ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ട്രാൻസ്ജെൻഡേഴ്സിന്റെ മാമോദീസ, അതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, ഇതിനെല്ലാമായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇന്നിൻ്റെ ശത്രു ആരാണ്, ഇന്നിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇനിയുള്ള എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. സർ, ശരിക്കും നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താ? ഇന്നത്തെ ടോപ്പിക്ക് ടെസ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. 18-19 നൂറ്റാണ്ടുകളിൽ പല ലെവലിലുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അതിനുശേഷം നമ്മൾ പറഞ്ഞു സെക്ഷൽ റെവല്യൂഷൻ, പോണോഗ്രഫി, ഇതെല്ലാം 50s 60s അതിൻ്റെ ക്ലൈമാക്സിൽ 60s മുതൽ അങ്ങോട്ട് നല്ലപോലെ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ കണ്ടത് 60s മുതൽ ഈ സമയത്ത് തന്നെ ഫെമിനിനിസത്തിൻ്റെ ആ ഐഡിയോളജി നമ്മൾ കണ്ടു. 4 വേവ്സ് കണ്ടു, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അതിനുശേഷം പിന്നെ നമ്മളെന്താ, കോൺട്രാസെപ്റ്റീവ്സിൻ്റെ സർവ്വസാധാരണമായ ഉപയോഗം, അത് മാർഗരറ്റ് സാങ്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഒഫീഷ്യൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ ക്ലിനിക്ക് പ്ലാൻ പാരൻറ്റ്ഹുഡ് ക്ലിനിക്കായിട്ട് 50s സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അത് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ അടുത്ത കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം കൂടി ഇങ്ങനെ ക്ലബ്ബായി വന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഈ ടെക്നോളജിക്കൽ റെവല്യൂഷനും സൈമൾട്ടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്യാം. കാരണം നമ്മുടെ പല ഡിസ്കഷനിലും നമ്മൾ പറഞ്ഞു, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഐഡിയോളജികൾ, ജെൻഡർ ഐഡിയോളജി ആണെങ്കിലും ഏത് ഐഡിയോളജികളാണെങ്കിലും ഏറ്റവും അധികം പ്രചരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ടെക്നോളജിക്കൽ റെവല്യൂഷനും കൂടെ മനസ്സിലാക്കി എന്നിട്ട് ഇന്നത്തെ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. റെഡിയല്ലേ? അപ്പോഴേ ഈ ശരിക്കും പറഞ്ഞാൽ 1960 മുതൽ ഈ ടെക്നോളജിക്കൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് മുമ്പുണ്ടായിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോടുകൂടി അത് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു റെവല്യൂഷനിലേക്ക് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ചരിത്രത്തിൽ 1960 എന്ന് പറയുന്നു. അപ്പോൾ ഈ 1960 മുതൽ നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ 80 നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷനും ഒരു ഓപ്പൺനെസ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കമ്പ്യൂട്ടർ പിന്നെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങുന്നതുമൊക്കെ 1980s നമ്മുടെ ഇന്ത്യയിൽ. അപ്പോഴേ ഈ 60s മുതലുള്ള ആ ചേഞ്ചസിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചായി. അപ്പം ഞാൻ അതിൻ്റെ ഒരു കോട്ട്, ഇത് മോൺസിഞ്ഞർ ബ്രയൻ ബ്രാൻസ്ഫീൽഡ്, അദ്ദേഹം വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പായുടെ ദ ഹ്യൂമൻ പേഴ്സൺ എന്നുള്ള ഒരു ബുക്കിൽ അദ്ദേഹം ടെക്നോളജിക്കൽ റെവല്യൂഷനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. അത് ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് ഓൺ ദ പേഴ്സൺ. അതായത് നമുക്ക് ഓരോ റെവല്യൂഷനും ഓരോ അറ്റാക്കാണ്. അപ്പോൾ ഇത് അറ്റാക്ക് ഓൺ ദ പേഴ്സൺ. ഇപ്പം ജെൻഡർ ഐഡിയോളജി നമ്മൾ പറയുന്നു ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് ഓൺ ദ ക്രിയേറ്റർ. ദൈവത്തെ, ക്രിയേറ്ററെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വയം ക്രിയേറ്റർ ആകാനുള്ള മനുഷ്യൻ്റെ പരിശ്രമവും അതിൻ്റെ റിസൾട്ടുമാണ് ജെൻഡർ ഐഡിയോളജി. അപ്പോൾ ഇത് അറ്റാക്ക് ഓൺ ദ പേഴ്സൺ എന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അതൊരു നെഗറ്റീവ് രീതിയിലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ് വശവും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ആ കോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് അവിടെ കൊടുത്തിരിക്കുന്ന ഇതാണ്: 1960 മുതൽ റിലേഷനിലേക്ക് പ്രവേശിക്കാൻ കുട്ടികൾക്കൊരു ബട്ടൺ അമർത്തുക, ചാനൽ തിരിക്കുക, സ്ക്രീനിലേക്ക് നോക്കുക എന്നിവ മാത്രം മതി. ഈ പ്രക്രിയയിൽ ബന്ധങ്ങളുടെ കഴിവുകൾ ക്ഷയിക്കുന്നു. കൂടുതൽ കൂടുതൽ പരസ്പരം ടെലിവിഷനുകൾ പോലെ പെരുമാറുന്നു, പരസ്പരം ഓണാക്കുന്നു, ഓഫാക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനുഷ്യൻ കൂടുതൽ ടെക്നോളജിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. വ്യക്തികളിലേക്കുള്ള ഫോക്കസ്
കുറയാൻ തുടങ്ങി. അതാണ് അതിൻ്റെ ഒരു ദൂഷ്യവശമായിട്ട്. കാരണം ടെക്നോളജി നമുക്ക് ആവശ്യമാണ്. ഇന്ന് നമ്മൾ കാണുന്ന AI-യും ഇനി അതിലും വലിയ ടെക്നോളജികളും നല്ലതാണ്, അത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ. പോൾ ആറാമൻ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് വത്തിക്കാൻ ഓഫീസുകൾ ഇതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് എൻകറേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ പറയാം. പോൾ ആറാമൻ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞു, മാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിനായി ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സഭയ്ക്ക് കർത്താവിൻ്റെ മുമ്പാകെ കുറ്റബോധം തോന്നും. വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മീഡിയയുടെ ഈ ടെക്നോളജി അതുപയോഗിച്ച് നമ്മൾ ഇവാഞ്ചലൈസേഷൻ ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനുഗ്രഹമാണ്, നമുക്കൊരു ബ്ലെസ്സിങ് ആണ് ഈ ടെക്നോളജിക്കൽ റെവല്യൂഷൻ. എനിക്ക് തോന്നുന്നു സാറ് മുമ്പ് ഒരു എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലുള്ള ആൾക്കാരാണ് അമേരിക്ക നടക്കുന്ന സംഭവങ്ങൾ പോലും സാറിനോട് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നത്. അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് ആണെങ്കിലും പഠന കാര്യങ്ങളും ഫാഷനും എല്ലാം ഇപ്പം ലോകമെമ്പാടും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റപ്പെടുന്നു എന്നുള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. കാര്യം ഇപ്പം ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന വളരെ നല്ല കാര്യങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങൾ അറിയുന്നു എന്നുള്ളതുകൊണ്ട്. കോവിഡിന്റെ കാലമൊക്കെ ആയപ്പോൾ തന്നെ ഏകദേശം ടെക്നോളജിയിലൂടെ തന്നെയുള്ള ഒരു സുവിശേഷവൽക്കരണം പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ കൂടെ സഭയും സഭയുടെ സംഘടനകളൊക്കെ കൂടുതലും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഉള്ള ഒരു സുവിശേഷവൽക്കരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് സഭയുടെ ഒരു കാഴ്ചപ്പാടാണത്. അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഒരു കാര്യം. അത് പരിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ മുതലുള്ള ഇങ്ങോട്ടുള്ള മാർപ്പാപ്പമാരെല്ലാം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2002 വത്തിക്കാനിലെ കമ്മ്യൂണിയോ എത്ത് പ്രോഗ്രസിയോയിൽ നിന്നുള്ള അജപാലന നിർദ്ദേശത്തിൽ ഇങ്ങനെയാണ് പിതാവ് പറയുന്നത്: ആധുനിക മാധ്യമങ്ങൾ സുവിശേഷത്തിൻ്റെ സന്ദേശവുമായി ആളുകളെ അഭിമുഖീകരിക്കുന്നതിന് പുതിയ വഴികൾ വാഗ്ദാനം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ന്യൂ വഴികൾ അതിനുവേണ്ടി നമുക്ക് തുറന്നു തരുന്നു. ഇനി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിനെക്കുറിച്ചും വളരെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിനുള്ള വഴികൾ നമുക്ക് തുറന്നു തരുന്നു. പക്ഷെ അദ്ദേഹം തുടർന്ന് പറയുന്നത്, ക്രിസ്ത്യൻ സന്ദേശവും സഭയുടെ ആധികാരിക പ്രബോധനവും പ്രചരിപ്പിക്കുവാൻ മാധ്യമങ്ങളെ മാത്രം ഉപയോഗിച്ചാൽ പോരാ. നമ്മളെ ഒരു സൈഡ് മാത്രം അങ്ങ് പൊക്കിവിട്ടാൽ പോരാ. പിന്നെയോ അദ്ദേഹം പറയുന്നത് അത് സമന്വയിപ്പിക്കേണ്ടതും ആവശ്യമാണ്. അത് ചെയ്യുന്നത് ഇന്ന് കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. കാരണം മാധ്യമങ്ങൾ ഇപ്പോൾ ആളുകൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ ശക്തമായി സ്വാധീനിക്കുന്നു. അതുമാത്രമല്ല, ഒരു പരിധിവരെ മനുഷ്യ അനുഭവം തന്നെ മാധ്യമങ്ങളുടെ അനുഭവമാണ്. വളരെ വ്യക്തമായിട്ട് മാർപ്പാപ്പ പറയുന്നു. ഇന്ന് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഡോക്ട്രിനേഷനൊക്കെ അദ്ദേഹം പറയുന്നു, സോഷ്യൽ മീഡിയയുടെ മനുഷ്യൻ്റെ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ അനുഭവമായിട്ട് അങ്ങേയറ്റം ഇഴുകിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ശരിയായിട്ട് അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്. അദ്ദേഹം വീണ്ടും പറയുന്നു, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പൂർണ്ണമായും ക്രിയാത്മകമായും ഉപയോഗിക്കുന്നതിന് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെയും പൊതുനന്മയുടെയും കേന്ദ്രീകരണത്തിൻ്റെ വെളിച്ചത്തിൽ സൃഷ്ടിയുടെ ആന്തരിക ഉദ്ദേശം വിലയിരുത്തപ്പെടേണ്ടതുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് നമുക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് സയൻസ് തന്നിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളിതിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം മനുഷ്യൻ്റെ അനുഭവം ഇന്ന് കൂടുതൽ ഈ സോഷ്യൽ മീഡിയയുടെ അനുഭവമായിട്ട് മാറുന്നത് കൊണ്ട് നമ്മൾ ഏത് തരത്തിലുള്ള അനുഭവമാണ് മാധ്യമങ്ങളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് മനുഷ്യൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം അത് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ചില മെസ്സേജുകൾ പകർന്നു കൊടുക്കുന്നുണ്ടല്ലോ.
ആ സമയത്തൊക്കെ സഭ അതിൽ വളരെ നന്നായിട്ടൊരു എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ സിനിമയുടെ നിർമ്മാതാക്കളും ഡയറക്ടേഴ്സും ഒക്കെ പറയുന്ന കാര്യം, ഇത് സിനിമയല്ലേ, സിനിമയായിട്ട് കണ്ടാൽ മതി എന്നുള്ള രീതി, അംഗീകരിക്കൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാർപ്പാപ്പ പറഞ്ഞു വെച്ചത് തന്നെയാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. അത് കൃത്യമായിട്ട് സമൂഹത്തെ സ്വാധീനിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഇത് കാണുന്ന വ്യക്തികളിലൂടെ എന്താണ് കടന്നു പോകുന്നത്, അവരറിയാതെ തന്നെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ ഐഡിയോളജിയോട് അവർക്ക് തോന്നുകയാണ്. അത് സിനിമയായിരിക്കും, അല്ലെ ഭാവനയായിരിക്കും, അല്ലെങ്കിൽ ഒരു കലയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നോവല് ഈ കാലഘട്ടത്തിൽ മലയാളത്തിൽ വായിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും, അതായത് കുട്ടികളടക്കം ഒരു പ്രായഭേദമന്യേ എല്ലാവരും വായിക്കപ്പെട്ടിട്ടുള്ള ഒരു നോവലിലെ പ്രധാന കഥാപാത്രം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആളാണ്. അപ്പൊ ഇവരെ പറ്റിയിട്ടുള്ള റീൽസ്, ഇവരെ പറ്റിയിട്ടുള്ള മറ്റ് വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വ്യാപകമാണ്. അപ്പം അധികം ഒന്നും ആരും നോവലുകളൊക്കെ ഒരു വിഭാഗം വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. ആ കാലത്ത് പോലും നോവലുകൾ പോലും ഹിറ്റാകുന്നത്. അപ്പൊ അത് ആ റീൽസും ഒക്കെ കണ്ടുകൊണ്ട് ആളുകൾ എന്നാ ഇത് എന്താണ് എന്ന്. അപ്പൊ ഈ പലപ്പോഴും ഉണ്ടല്ലോ, ഈ കോൺട്രവേഴ്സി ആകുന്നതാണ് കൂടുതൽ റീച്ച് ആളുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അപ്പൊ ചിലരും മനഃപൂർവ്വം ഇത് കോൺട്രവേഴ്സി ആക്കാൻ പരിശ്രമിക്കും. അതെ, നോവലിസ്റ്റ് ഇന്നൊരു സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹത്തെ അങ്ങനെ മോശമായിട്ട് പറയുന്നല്ല, പക്ഷെ അദ്ദേഹത്തിന് അത്രയും ഒരു ഹൈപ്പ് കിട്ടുകയും ജനഗീതിയൊക്കെ കിട്ടി ആ നോവലിലൂടെ. ഇവർ ഒരു ഇമോഷണൽ സൈഡ് ഇതിനെ കൂടുതൽ തുറന്നു കാണിക്കുമ്പോൾ അതിനോട് സൊസൈറ്റിക്ക് തന്നെ ഒരു എന്താ പറയാ, ഒരു എമ്പതി, സിമ്പതി ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ചേർത്ത് പിടിക്കൽ എങ്ങനെ വേണം എന്നുള്ളത് അവിടെ ചോദിച്ചിട്ടുണ്ടാവുന്നുണ്ട്. അതല്ല ശരിക്കും ആ ഒരു ആസ്പെക്റ്റിലല്ല ഇവര്. കാരണം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾ, ഞാനൊരു ഉദാഹരണം പറയാണ്. ഒരു സുപ്രഭാതത്തിൽ ആരോ അങ്ങനെ എഴുതി കൊടുത്തതല്ല, വളരെയധികം ചിന്തിച്ച് അതിലൊരുപാട് സൈക്കോളജിക്കൽ മാനിപ്പുലേഷനും ഒരുപാട് ആളുകളുടെ സൈക്കോളജി അറിഞ്ഞുകൊണ്ട് തന്നെ പല ഡയലോഗുകളും പല സീനും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്ന സാധാരണ മനുഷ്യന് മനസ്സിലാകത്തില്ല. അപ്പോൾ അത് വിഭാവനം ചെയ്യുന്ന ആളുകൾ ഒന്നീ സ്ക്രിപ്റ്റ് എഴുതുന്നവരായിരിക്കാം, അല്ലെ ഡയറക്ടേഴ്സ് ആയിരിക്കാം, അല്ലെ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആളുകളായിരിക്കാം. അവരുടെ മനസ്സിലൂടെ ഈ സീൻ കടന്നു പോകുമ്പോഴെന്തൊക്കെ വികാരങ്ങൾ ഒരു സാധാരണ മനുഷ്യനുണ്ടാകാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ഇതെല്ലാം അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു സീന് അത് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അത് സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ്. അല്ലാതെ പക്ഷേ അത് അവരറിയാതെ തന്നെ ആ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് അങ്ങ് മാറുകയാണ്. അപ്പം അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. സാർ പറഞ്ഞ ഒരു കറക്റ്റാണ്. ഞാൻ ഈ അടുത്തൊരു ഡയറക്ടറിന്റെ ഇന്റർവ്യൂ കണ്ടിരുന്നു. അപ്പം അദ്ദേഹം ഒരു സിനിമ ഒന്നിലധികം തവണ തിയേറ്ററിൽ പോയി കാണാനിരിക്കുമ്പോൾ ആൾക്കാർ എവിടെയാണ് കൈയടിക്കുന്നത്, എവിടെയാണ് കരയുന്നത്, എവിടെയാണ് ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യും. അപ്പം അദ്ദേഹം കഥ എഴുതാനിരുന്നപ്പോൾ ഇതൊക്കെ പുള്ളിനെ വളരെ നന്നായിട്ട് സ്വാധീനിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു സത്യാവസ്ഥയാണ്. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് അല്ല. ഇൻഡസ്ട്രി എപ്പോഴും ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് പുതിയ പുതിയ ടെക്നോളജിയും പുതിയ പുതിയ ടെക്നിക്സും പുതിയ പുതിയ തരത്തിൽ. കാരണം ആളുകളില്ലെങ്കിൽ ഇത് ആരും കാണുകയല്ലോ. ആളുകളെ എങ്ങനെയെങ്കിലും വശീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഒരു സത്യം തുറന്നു വെക്കുക അങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ വളരെ ചുരുക്കമാണ്. ഡേറ്റിംഗ് ആപ്പുകളുടെ ഒരു കാലമാണ്. അതിനെ അങ്ങനെ വിമർശിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ഇമോഷൻസും എല്ലാം ഒരു ടെക്കിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇമോഷൻസിനേക്കാൾ കൂടുതൽ നമ്മൾ ടെക്നോളജിയിലേക്ക് പോകുന്നു. നേരത്തെ മാർപ്പാപ്പയുടെ കോഡ്സ് നമ്മൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനേക്കാൾ കൂടുതൽ ഈ ടെക്നോളജികൾക്ക് പ്രാധാന്യം നൽകുന്നു. നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, ഓൺലൈൻ ഡേറ്റിംഗ് ചെയ്ത് അവസാനം അവർ മീറ്റ് ചെയ്യുമ്പോൾ എന്താണ് റിയൽ അല്ലേ, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ന്യൂസിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പരസ്യവും പബ്ലിസിറ്റിയും ഒക്കെ വളരെ വലിയ വിധത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസിസ് ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. അദ്ദേഹം പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ റവല്യൂഷൻ ഒരു മികച്ച ഉപകരണമാണ്. എന്നിരുന്നാലും ബുദ്ധിപൂർവം ജീവിക്കാനും ആഴത്തിൽ ചിന്തിക്കാനും
ഉദാരമായി സ്നേഹിക്കാനും പഠിക്കുന്നതിൽ നിന്ന് സാങ്കേതിക വിദ്യയ്ക്ക് ആളുകളെ തടയാൻ കഴിയും. ഫ്രാൻസിസ് മാർപ്പാപ്പായും വളരെ വസ്തുനിഷ്ഠമായിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹം വീണ്ടും പറയുന്നു, അദ്ദേഹം ഒരു വാണിംഗ് പോലെയാണ് തരുന്നത്. പലരും ഇതൊരു എസ്കേപ്പിസമായിട്ട്, റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസമായിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരുപാട് ടെൻഡൻസി ഉണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഞാൻ എവിടെയെങ്കിലും ഇരിക്കുന്നു, അടുത്തിരിക്കുന്ന ആളിനോ പരിചയപ്പെടാനോ ആളിനോട് സംസാരിക്കാനോ താല്പര്യമില്ലാത്തപ്പോൾ എൻ്റെ കയ്യിലുള്ള എന്താണെങ്കിൽ, ഇപ്പം എൻ്റെ കയ്യിലുള്ള മൊബൈലാണെങ്കിൽ അതിൽ ഞാൻ ചുമ്മാതെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ചുമ്മാ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, നമ്മൾ നമ്മുടേതായ ഒരു പ്രൈവസിയിലേക്ക്, ഒരു സ്മോൾ സർക്കിളിലേക്ക് അങ്ങ് ഒതുങ്ങിക്കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നമ്മളൊരു എസ്കേപ്പിസമായിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത ആളുകളെ കാണുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്, ആദ്യം എന്താ ചെയ്യുന്നത്, നമ്മൾ ഫോണുണ്ടെന്ന് വരി അതെടുത്ത് ചുമ്മാതാണേലും സ്ക്രീൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ആ ആള് പാസ് ചെയ്യുന്നത് വരെ സോ ഡൺ. അപ്പോൾ ഇങ്ങനെയുള്ള, ഇപ്പോൾ ഒരാളുമായിട്ട് നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ ആളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്ത് ആ ആളുമായിട്ടുള്ള ആ കാര്യങ്ങൾ ഒരു പക്ഷേയെങ്കിലും സെറ്റിലാകുന്നതിന് പകരം നമ്മളിതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളിതിൻ്റെ ഡേഞ്ചർ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, നമുക്ക് സോഷ്യൽ ആസ്പെക്റ്റ് ഉണ്ട് ഗോസ്പെലിന്. ഇപ്പോൾ ഗോസ്പെൽ വെറും ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് മാത്രമല്ല, അതിനൊരു സോഷ്യൽ ആസ്പെക്റ്റും ഉണ്ട്. പക്ഷേ ആ സോഷ്യൽ ആസ്പെക്റ്റ് പലപ്പോഴും ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഈ ടെക്നോളജിയുടെ അമിതമായ പ്രസരിപ്പ് അല്ലെങ്കിൽ ഉപയോഗം മൂലം പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഇന്ന് ഒരു ഭൂരിഭാഗം വരുന്ന ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ യൂത്ത് ഇങ്ങനെ ഒരു സ്വന്തം സ്പേസിലേക്ക്, ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് ഒതുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നത് ഭയങ്കര ഒരു ട്രെൻഡ് തന്നെയാണ്. നമ്മൾ ഒന്നെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തിരുന്ന് ഒരാൾ വന്ന് പേരെന്താണ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പോലും ആ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത അതൊരു ട്രെൻഡാണ്. അതായത് അവനവൻ്റെ കാര്യം നോക്കുന്നു, ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു എന്നാണ് അവർ പറയുന്ന ന്യായം. അത് ഇന്നൊരു വലിയ ട്രെൻഡ് തന്നെയാണ്. ലിനറ്റ്, ഇത് ഒരു പരിചയമില്ലാത്ത രണ്ടുപേര് തമ്മിൽ മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വരെ അത് അങ്ങനെയാണ് പോകുന്നത്. എനിക്കൊന്ന് സൈക്കോളജിസ്റ്റ് വരെ ചിലപ്പം ഇവർക്ക് ചിലപ്പോൾ ടിപ്സ് ആയിട്ടൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരുമിച്ച് കുറച്ച് സ്ക്രീൻ ടൈം, എനിക്കൊന്നും തമ്മിൽ വർത്താനം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ഓർത്തിട്ടും കൂടി ആയിരിക്കും അത് കൊടുക്കുന്നത്. ഒരു സ്ക്രീൻ ടൈം എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന, ഒത്തിരി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുറെ പേര്, ഓക്കെ നമുക്ക് ലെറ്റ്സ് ഹാവ് സം സ്ക്രീൻ ടൈം ടുഗെദർ, അങ്ങനെ ഒരു ചിന്താഗതിയിലേക്കൊക്കെ മാറി തുടങ്ങി. ഏറ്റവും രസകരമായി തോന്നിയിട്ടില്ല, നമ്മുടെ അമ്മമാര് പോലും ഇന്ന് ഫോണില് സീരിയൽ കാണുന്നു, അല്ലെങ്കിൽ അവരുടെ പോലും സ്ക്രീൻ ടൈം കൂടുകയാണ്. അപ്പൊ അവർക്ക് പണ്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ബന്ധുക്കളോടോ അല്ലെങ്കിൽ അയൽപക്കത്തെ ചേച്ചിമാരോടോ ഒന്നും സംസാരിക്കാൻ ഇന്ന് ആർക്കും സമയമില്ല. ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, കുഴപ്പമില്ല, വാട്സപ്പ് ഉപയോഗിക്കുന്നു, ഫേസ്ബുക്കിലെ ന്യൂസ് കാണുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഈ ഒരു സ്ക്രീൻ ടൈമിലേക്ക് പോവുകയാണ് ആളുകൾ. അല്ല, എനിക്ക് തോന്നുന്നത് ഇന്ന് ഒത്തിരി ടെക്നോളജി വളരെ ഫാസ്റ്റ് ആയിട്ടും നമുക്കാർക്കും സമയമില്ല, ഇല്ലേ? എല്ലാവരും സൂപ്പർ ബിസിയാണ്. അപ്പോൾ ഇതൊക്കെ, ഈ ടെക്നോളജിയൊക്കെ ഒരുപാട് നമ്മളുടെ ഈ സോഷ്യൽ ആസ്പെക്റ്റിനെ സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അറിയാതെ തന്നെ നമ്മളൊരു ദിവസം ചിലരൊക്കെ നമുക്ക് അവരോട് തന്നെ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഒരു ദിവസത്തെ നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്ര ആണെന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് നോക്കാൻ. അപ്പോൾ അവർ തന്നെ വളരെ അതിശയിച്ചു പോകും, ഇത്രയും സമയം ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചു. നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്നത് സ്ക്രീൻ ടൈമായിട്ട് അത് മാറുകയാണ് അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ അപകടം ഇതിലുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് വ്യക്തമായിട്ട് പറയുകയാണ്. ഈ ലിനറ്റും ടെസയൊക്കെ പറഞ്ഞത് ഇതെനിക്ക് വളരെ ഒരു രസകരമായിട്ട്, ഒരു ദക്ഷിണ കൊറിയൻ ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ പേര് ബ്യൂങ് ചുൽ ഹാൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഒരു കമൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി, ഒരു ഫിലോസഫറാണ്, നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ഇതാണ്, സ്മാർട്ട് ഫോൺ
ഡിജിറ്റൽ ആധിപത്യത്തിൻ്റെ ആരാധനാ വസ്തുവാണ്. അപ്പോൾ അതിനെ അദ്ദേഹം ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ആണ് അതിനെ കളിയാക്കി പറഞ്ഞിരിക്കുന്നതാണ്. എന്നാലും അങ്ങനെയാണ്. അതും പറയാണ്, ആരാധനാ വസ്തു സ്മാർട്ട് ഫോൺ ആണിന്ന് നമ്മുടെ ജീവിതത്തിൽ. പിന്നെ ഒരു കീഴടക്കാനുള്ള ഉപകരണം എന്ന നിലയിൽ അത് ജപമാലയും അതിൻ്റെ മുത്തുകളും പോലെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ നിരന്തരം കയ്യിൽ സൂക്ഷിക്കുന്നത്. അപ്പം അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത് പഴയ കാലങ്ങളിൽ അമ്മമാർ കൊന്ത ഇങ്ങനെ വെച്ചിട്ട് മണി ഉരുട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അതെനിക്ക് വളരെ രസമായിട്ട് അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മളിപ്പം നടന്നു പോകുമ്പോഴും ഒക്കെ പഴയ അമ്മമാരൊക്കെ കൊന്ത ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മളായാലും അന്ന് നമുക്ക് സമയമുണ്ടായിരുന്നു കൊന്ത ഉരുട്ടാൻ. അപ്പോൾ ഇപ്പം അതിനല്ല സമയം. അദ്ദേഹം പറയുന്നത് ഇന്ന് ആരാധനാ വസ്തു നമ്മുടെ സ്മാർട്ട് ഫോണാണ്. അതാണ് എല്ലാത്തിനെയും കീഴടക്കിക്കൊണ്ട്, അതായത് നമ്മൾ കൊന്ത ചൊല്ലുന്ന പോലെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടി അതിനകത്ത് പറയുന്നു. നമ്മൾ പലപ്പോഴും ഇമോജിയൊക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു ലൈക്ക്, നമ്മളിപ്പം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നാൽ ഇരുന്നോട്ടെന്ന് പറഞ്ഞൊരു ലൈക്കോ ഒരു ഇമോജി എന്തെങ്കിലും കൊടുക്കുമല്ലോ. അദ്ദേഹം പറയുന്നത് അത് ഒരു ഡിജിറ്റൽ ആമീനാണ്. ഈ കൊന്ത ഉരുട്ടിക്കഴിഞ്ഞിട്ട് അവസാനം പറയുന്ന ആമീനാണെന്ന്. അതൊക്കെ രസകരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം ആഴമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓഡിയൻസിനും ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നമ്മളെ ടോട്ടലി കീഴടക്കിയിട്ടുണ്ടോ? സാർ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയനെ അടച്ചാക്ഷേപിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കാർലോ ഒക്യുറ്റിസിനെ പോലുള്ള സൈബർ യുഗത്തിന്റെ വിശുദ്ധര് നമുക്കുണ്ട്. അതല്ലേ നമ്മൾ പറഞ്ഞത്. ഇത് പിതാക്കന്മാരെല്ലാം പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? അതിൽ ഒരുപാട് നന്മയുണ്ട്. പോളാറാമൻ മാർപ്പാപ്പ വരെ അന്ന് പറഞ്ഞു വെച്ചു, നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കേണ്ടത്. കാരണം ദൈവമാണ് ഇതിൻ്റെ എല്ലാം സോഴ്സ്. നമ്മൾ കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ ഈ ടെക്നോളജി. ഇറ്റ് വാസ് ദെയർ, അല്ലേ? നമുക്ക് കണ്ടുപിടിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, നീ എത്രത്തോളം ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചു എൻ്റെ വചനം ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലേക്ക് എത്തിക്കാനായിട്ട്? അതാ വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തും ചിലപ്പോൾ. അപ്പം അതിനൊത്തിരി നന്മയാണ്. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കാർലോസിനെ പോലെയുള്ള അതുപോലെയുള്ള കൊച്ചു മക്കള് ഒരുപാടുണ്ട് ഇന്ന് ലോകത്തിൽ. ഇല്ലെങ്കിൽ നമുക്ക് അതുപോലെയുള്ള കുഞ്ഞു സെയിൻസ് അല്ലെ കൊച്ചു മക്കൾ ഒരുപാടുണ്ടാകണം ഈ ജനറേഷൻ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇതിനെ അങ്ങ് പൂർണ്ണമായിട്ട് ഇത് നല്ലതല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല, സഭയും പറഞ്ഞിട്ടില്ല, പിതാക്കന്മാരും പറഞ്ഞിട്ടില്ല. പക്ഷേ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മുതൽ ഇങ്ങോട്ട് അദ്ദേഹം പല കാര്യങ്ങളും കണ്ടു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത് വെറും ഒരു ചെറിയ ഒരു സർക്കിളിലേക്ക് നമ്മളെ തന്നെ ഒതുക്കി നിർത്താനുള്ള. കാരണം ഇന്ന് പോണോഗ്രഫിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. എന്താണ് പോണോഗ്രഫിയുടെ ഏറ്റവും വലിയ പ്രശ്നം? എന്താണ് അവർ പറയുന്നത്? ഞങ്ങളുടെ പ്രൈവസിയിൽ ഞങ്ങളുടെ 4 ഭിത്തികൾക്കുള്ളിൽ ചെയ്യുന്നു, ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നില്ല. എന്തിനാണ് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ആ ഒരു കൊച്ചു ലോകത്തിലേക്ക് മനുഷ്യൻ ഒതുങ്ങി അവസാനം അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ ചുറ്റും നമ്മൾ പലതും നമ്മുടെ കുടുംബജീവിതത്തിലും അതുപോലെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ആധ്യാത്മികതയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സാർ, ഞാൻ ഇന്നത്തെ ബസ് അമർത്തട്ടെ? ആകട്ടെ, നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. കാരണം ഇനി നമുക്ക് കുറേ കാര്യങ്ങളും കൂടെ എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുറേ കൂടെ നമ്മൾ ഷെയർ ചെയ്ത് ഒരുപക്ഷേ ഓഡിയൻസിന് അതുകൊണ്ട് പ്രയോജനമാവുമെങ്കിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാവുന്ന കാര്യമാണത്. തീർച്ചയായും. പിന്നെ നമുക്ക് ലിനറ്റ് ഒരു ചെറിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായും. സർവശക്തനായ ദൈവമേ, കാലഘട്ടത്തിൻ്റെ ശത്രുവിനെ തിരിച്ചറിയാനുള്ള കുറച്ച് നിമിഷങ്ങൾ ലോകത്തോട് പങ്കുവയ്ക്കാൻ നീ ഞങ്ങൾക്ക് ഇന്ന് അവസരം നൽകിയല്ലോ. കാലത്തിനനുസരിച്ച് മുന്നേറുന്ന ഈ സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ ഈ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ്
ശാസ്ത്രീയതയുടെ വെളിച്ചത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, കൂടുതൽ വിശുദ്ധിയോടെ ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ പിതാവ് പോൾ 6 പാപ്പ പറഞ്ഞതുപോലെ ഈ ടെക്നോളജിയെ ഇവാഞ്ചലൈസേഷനുള്ള പുതിയ മാർഗമായി നമുക്ക് കണക്കാക്കാം. അതിനെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഡിജിറ്റൽ ആമേനുകൾക്ക് അടിമപ്പെടാതിരിക്കാം. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ ആഴത്തിൽ ചിന്തിക്കാം, ഉദാരമായി സ്നേഹിക്കാം. ഈ ചിന്തകളും പഠനങ്ങളും ഒന്നും ഈ എപ്പിസോഡിൽ അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ പ്രാർത്ഥനയിലായിരിക്കാം. നിങ്ങളുടെ സംശയങ്ങളെ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tobforlife.org.